സംസ്ഥാനത്തെ പാതയോരങ്ങളിലെ അനധികൃത കുടിമരങ്ങളും ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാൻ സർക്കാർ നിർദ്ദേശം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക കമ്മിറ്റി രൂപീകരിക്കണം. വീഴ്ചയുണ്ടായാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ കൽപ്പന വന്നിരിക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, പറയൂ. സംസ്ഥാനത്തെ കാൽനട യാത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു സർക്കുലറാണ് സർക്കാർ നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ എവിടെ ഇറങ്ങി ഏത് നഗരത്തിലൂടെ മറ്റും ഇറങ്ങുന്ന സമയത്ത് ഈ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് സമ്മാനിക്കുന്നത്. അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാരിൻ്റെ പുതിയ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശികമായി പഞ്ചായത്ത് നഗരസഭാ അടിസ്ഥാനത്തിൽ ഈ കൊടിമരങ്ങളും അനധികൃത കൊടിമരങ്ങളും തോരണങ്ങളും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രാദേശിക സമിതികൾ രൂപീകരിക്കണം. ഈ പ്രാദേശിക സമിതികളുടെ പ്രവർത്തനങ്ങൾ നോക്കുന്നതിന് ജില്ലാ തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. ഒപ്പം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അനധികൃത കൊടിമരങ്ങളും ഫ്ലക്സ് ബോർഡുകളും എല്ലാം തന്നെ മാറ്റേണ്ട വ്യക്തിപരമായ ഉത്തരവാദിത്വം നഗരസഭ ഇല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിമാരായിരിക്കും. ഇതിലേതെങ്കിലും തരത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിമാരിൽ നിന്നായിരിക്കും പിഴ ഈടാക്കുക. അതായത് ഉത്തരവാദിത്തകൾ പഞ്ചായത്ത് സെക്രട്ടറിമാരായിരിക്കുമെന്ന് തന്നെയാണ് ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. ഈ ഹൈക്കോടതി ഈയിടെ പറഞ്ഞ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പുതിയ സർക്കുലർ സർക്കാർ പുറത്തിറക്കുന്നത്. ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സർക്കുലർ വരുന്നത്. പക്ഷേ ഇതിലെ ചില മാർഗനിർദ്ദേശങ്ങൾ അതാദ്യമാണ്. കാരണം പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതു സർക്കുലർ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരാനുള്ളത്. പക്ഷേ ഇത്തവണ ഇതിൽ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിമാർക്ക് ചുമതല നൽകുന്നുണ്ട്. വീഴ്ച സംഭവിച്ചാൽ കുറ്റക്കാർ ശിക്ഷ നേരിടേണ്ടി വരിക സെക്രട്ടറിമാരെന്ന് ഈ ഉത്തരവിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. പലപ്പോഴും ഹൈക്കോടതി മാനദണ്ഡങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സർക്കാർ ഇത്തരം സർക്കുലറുകൾ പുറത്തിറക്കുക. ഈ കഴിഞ്ഞ ആഴ്ച ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കൊല്ലം നഗരത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്ന ഒരു സംഭവം ഉൾപ്പെടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ സർക്കാർ എന്തായാലും ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത് എങ്ങനെ നടപ്പിലാകുന്നു എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.